ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ ഇറാനും പാശ്ചാത്യ ശക്തികളും തമ്മിലുള്ള പോരാട്ടം ഇന്ന് മിസൈലുകളിലും ഡ്രോണുകളിലും മാത്രം ഒതുങ്ങില്ല. അത് ഡിജിറ്റൽ സാമ്പത്തിക ലോകത്തെ അദൃശ്യമായ അതിരുകളിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുന്നു. ദശകങ്ങളായിട്ടുള്ള ഈ തുടരുന്ന ഏകപക്ഷീയമായിട്ടുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ കൊണ്ട് ഒരു രാജ്യത്തിന്റെ നട്ടരൊടിക്കാൻ ശ്രമിക്കുന്നവർക്ക് മുന്നിൽ പതറാതെ നിൽക്കാൻ ഇറാൻ കണ്ടെത്തിയ അത്യാധുനികമായിട്ടുള്ള സാമ്പത്തിക കോട്ടയാണ് ക്രിപ്റ്റോ കറൻസി. അമേരിക്ക ഇസ്രയേൽ സൈനിക നീക്കങ്ങൾക്ക് പിന്നാലെ ഇറാനിലെ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിൽ നിന്നുണ്ടായ $10 മില്യൺ പണമൊഴുക്ക് വെറും ഒരു കണക്കല്ല, മറിച്ച് അത് അവരുടെ ഉപരോധങ്ങളുടെ ചങ്ങലക്കെട്ടുകൾ ഭേദിക്കാനുള്ള ഒരു ജനതയുടെ നിശ്ചയദാർഢ്യമാണ്. സാധാരണ പൗരന്മാർ മുതൽ ഭരണകൂടം വരെ തങ്ങളുടെ അധ്വാനത്തിന്റെ വില സുരക്ഷിതമാക്കാൻ ഡിജിറ്റൽ വാലറ്റുകളെ അഭയം പ്രാപിപ്പിക്കുമ്പോൾ ഈ പരമ്പരാഗത ബാങ്കിംഗ് സംവിധാനങ്ങളെക്കാൾ കരുത്തുള്ള ഒരു സമ്മർദ്ദ വാൾവായി ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യ മാറുകയാണ്. ഇത് കേവലം അതിജീവനമല്ല, മറിച്ച് ആധുനിക സാമ്രാജ്യത്തിന്റെ സാമ്പത്തിക വേട്ടയാടലുകൾക്കെതിരെയുള്ള ഇറാന്റെ ഡിജിറ്റൽ വിപ്ലവമാണ്. ബ്ലോക്ക് ചെയിൻ അനലിറ്റിക്സ് സ്ഥാപനങ്ങളായ ചൈനാലിസിസ്, എലിപ്റ്റിക് എന്നീ പുറത്തുവിട്ട വിവരങ്ങൾ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിലെ ഡിജിറ്റൽ സാമ്പത്തിക മാറ്റങ്ങളുടെ ആഴം വ്യക്തമാക്കുന്നതാണ്. ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങൾ ആരംഭിച്ച നിമിഷം മുതൽ രാജ്യം ഒരു അഭൂതപൂർവമായിട്ടുള്ള ഡിജിറ്റൽ പാലായത്തിന് സാക്ഷ്യം വഹിച്ചു. ശനിയാഴ്ച ആക്രമണങ്ങൾ ആരംഭിച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇറാനിയൻ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിൽ നിന്നുള്ള പണമൊഴുക്ക് കുത്തനെ ഉയർന്നു. ഇറാനിലെ ഏറ്റവും വലിയ ക്രിപ്റ്റോ പ്ലാറ്റ്ഫോമായ നോബിടെക്സിൽ നിന്നുള്ള കണക്കുകൾ ഈ ഒരു പ്രതിഭാസത്തിന്റെ തീവ്രത വെളിപ്പെടുത്തുന്നു. വെറും ഒരു മണിക്കൂറിനുള്ളിൽ $2.89 മില്യൺ ഈ എക്സ്ചേഞ്ചിൽ നിന്ന് പുറത്തേക്ക് ഒഴുകിയത്. ഇത് സാധാരണ ദിവസങ്ങളിലെ ഏറ്റവും ഉയർന്ന മണിക്കൂർ നിരക്കിനേക്കാൾ ഇരട്ടി കൂടുതലാണ്. ആക്രമണ വാർത്തകൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ ഇടപാടുകളുടെ അളവിൽ 700% അമ്പരപ്പിക്കുന്ന കുതിച്ചുചാട്ടമാണ് രേഖപ്പെടുത്തിയത്. ശനിയാഴ്ച മുതൽ തിങ്കളാഴ്ച വരെയുള്ള 48 മണിക്കൂർ പിന്നിട്ടപ്പോൾ ഏകദേശം $10.3 മില്യൺ മൂല്യമുള്ള ക്രിപ്റ്റോ ആസ്തികൾ ഇറാനിയൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് മാറ്റപ്പെട്ടതായിട്ട് ചൈനാലിസിസ് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇത് വലിയൊരു മാറ്റം തന്നെയാണ്. ഇനി വൻതോതിലുള്ള പണമൊഴുക്ക് കേവലം ഒരു പരിഭ്രാന്തി മൂലമുള്ള ഒന്നല്ല, മറിച്ച് കൃത്യമായ ലക്ഷ്യങ്ങളോടുള്ള സാമ്പത്തിക നീക്കമാണെന്നും വിദഗ്ധർ ഇതിനെ വിലയിരുത്തുന്നുണ്ട്. ഇതിന്റെ ഒരു പ്രധാന ഗുണഭോക്താക്കൾ പണപ്പെരുപ്പത്താൽ വലയുന്ന സാധാരണ ഇറാനികളാണ്. യുദ്ധം കടക്കുമ്പോൾ പ്രാദേശിക കറൻസി ആയിട്ടുള്ള റിയാലിന്റെ മൂല്യം ഇടിയാനുള്ള സാധ്യത മുന്നിൽ കണ്ട് സാധാരണക്കാരായ 15 ദശലക്ഷത്തോളം ഇറാനിയൻ നിക്ഷേപകർ തങ്ങളുടെ സാമ്പത്തികം സുരക്ഷിതമായ വിദേശ വാലറ്റുകളിലേക്ക് മാറ്റുന്നു. ഇറാനിയൻ റിയാലിന്റെ മൂല്യം ഇടിയുമ്പോൾ സാമ്പത്തികം ബാങ്കുകളിൽ സൂക്ഷിക്കുന്നത് നഷ്ടമാണെന്ന് തിരിച്ചറിയുന്ന ജനങ്ങൾ USDT പോലുള്ള സ്റ്റേബിൾ കോയിനുകളിലേക്ക് മാറുന്നു. ഇത് അവർക്ക് ഡോളറിന്റെ മൂല്യം ഉറപ്പാക്കുന്നു. ഭൗമരാഷ്ട്രീയ അസ്ഥിരത ഉണ്ടാകുമ്പോൾ തങ്ങളുടെ ആസ്തികൾ അതിവേഗം വിദേശ എക്സ്ചേഞ്ചുകളിലേക്ക്, ഹാർഡ്വെയർ വാലറ്റുകളിലേക്കോ മാറ്റാൻ ക്രിപ്റ്റോ സഹായിക്കുന്നു. രാജ്യത്തിന് പുറത്ത് പണം കൊണ്ടുപോകുന്നതിനുള്ള ബാങ്കിംഗ് നിയന്ത്രണങ്ങൾ മറികടക്കാൻ സാധാരണക്കാർക്ക് ലഭിക്കുന്ന ഒരേ ഒരു മാർഗം കൂടിയാണിത്. സെൻട്രൽ ബാങ്കുകളുടെ നിയന്ത്രണമില്ലാത്തതിനാൽ തന്നെ യുദ്ധകാലത്ത് ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെട്ടാലും ഡിജിറ്റൽ വാലറ്റുകൾ വഴി ഇടപാടുകൾ നടത്താൻ ഇവർക്ക് സാധിക്കും. ഭരണകൂടവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പസും തങ്ങളുടെ ഫണ്ടുകളുടെ ദൃശ്യത കുറയ്ക്കാനും ലിക്വിഡിറ്റി പുനർക്രമീകരിക്കാനും ഈ ഒരു സാഹചര്യം ഉപയോഗിക്കുന്നു. 2023 മുതൽ മാത്രം $3 ബില്യൺ അധികം ക്രിപ്റ്റോ ആസ്തികളിലേക്ക് ഇവർ മാറിയതായിട്ട് TRM ലാബ്സ് ചൂണ്ടിക്കാട്ടുന്നു. അന്താരാഷ്ട്ര ബാങ്കിംഗ് ശൃംഖലകളിൽ നിന്ന് ഒറ്റപ്പെട്ട ഇറാൻ ഈ ആഗോള വിപണിയുമായിട്ട് ബന്ധപ്പെടാൻ ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യ ഒരു സുപ്രധാന പാലമായിട്ട് ഉപയോഗിക്കുന്നു. ഇനി ഇത് പാശ്ചാത്യ രാജ്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു സാമ്പത്തിക നിയന്ത്രണങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ അവരെ സഹായിക്കുന്നു. പരമ്പരാഗത ബാങ്കിങ്ങിലെ ഈ സ്വിഫ്റ്റ് സന്ദേശങ്ങൾ പാശ്ചാത്യ ഏജൻസികൾക്ക് നിരീക്ഷിക്കാൻ എളുപ്പമാണ്. എന്നാൽ ബ്ലോക്ക് ചെയിനിൽ മിക്സർ സേവനങ്ങളും വിവേകൃത എക്സ്ചേഞ്ചുകളും ഉപയോഗിക്കുന്നതിലൂടെ ഫണ്ടുകളുടെ ഉറവിടം മറച്ചുവെക്കാൻ ഇറാനിയൻ സ്ഥാപനങ്ങൾക്ക് സാധിക്കുന്നു. US അന്വേഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ, ലിക്വിഡിറ്റി പുനർക്രമീകരിക്കാനും ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് അദൃശ്യമായിട്ടുള്ള വാലറ്റുകളിലേക്ക് പണം മാറ്റാനും ഭരണകൂടം ഈ ഒരു സാഹചര്യം ഉപയോഗിക്കുന്നു. അതായത് വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് ഇറാനിൽ ഈ ഒരു ക്രിപ്റ്റോ കറൻസിയൊക്കെ കൊണ്ടുവന്ന് അവിടുത്തെ സാമ്പത്തികത്തിലൂടെ ഒരു മാറ്റം ഉണ്ടാകുന്നത്. ഇറാനിലെ പണപ്പെരുപ്പും പ്രാദേശിക കറൻസി ആയിട്ടുള്ള റിയാലിന്റെ മൂല്യ തകർച്ചയും പൗരന്മാരെ വലിയ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ USDT പോലുള്ള
സ്റ്റേബിൾ കോയിനുകൾ അവർക്ക് ഡോളറിന് പകരമായിട്ട് പകരം ഈ സ്വിഫ്റ്റ് പോലുള്ള ആഗോള ബാങ്കിംഗ് സംവിധാനങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഇറാനെ സംബന്ധിച്ചിടത്തോളം അതിർത്തികൾ കടന്നുള്ള ഇടപാടുകൾക്ക് ഈ ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യ വലിയൊരു കച്ചിത്തുരുമ്പായിട്ട് മാറുകയാണ്. അവർക്ക് അവിടെ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നില്ല. 2025 കണക്കുകൾ പ്രകാരം ഇറാനുമായി ബന്ധപ്പെട്ട ക്രിപ്റ്റോ ഇടപാടുകൾ 8 ബില്യൺ മുതൽ 10 ബില്യൺ ഡോളർ വരെയാണ്. ഇത് രാജ്യത്തിലെ എണ്ണ വരുമാനവുമായി അതായത് 53 ബില്യൺ ഡോളർ താരതമ്യം ചെയ്യുമ്പോൾ കുറവാണെങ്കിലും ഉപരോധം മറികടക്കാനുള്ള തന്ത്രപരമായ നീക്കമായി ഇതിനെ പാശ്ചാത്യ രാജ്യങ്ങൾ കാണുന്നു. സൈബർ ആക്രമണങ്ങൾ, ആഭ്യന്തര അസ്ഥിരത അല്ലെങ്കിൽ സൈനിക നീക്കങ്ങൾ എന്നിവയുണ്ടാകുമ്പോൾ ഈ സെൻട്രലൈസ്ഡ് ബാങ്കിംഗ് സംവിധാനങ്ങളെക്കാൾ ആളുകൾ വിവേകൃത ധനകാര്യത്തെ വിശ്വസിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഈ 10 മില്യൺ ഡോളറിന്റെ ഒഴുക്ക് ആധുനിക യുദ്ധമുറകളിൽ ഡിജിറ്റൽ ആസ്തികൾ എത്രത്തോളം നിർണായകമാണെന്ന് കാണിക്കുന്നു. സൈനിക ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ പരമ്പരാഗത സാമ്പത്തിക വ്യവസ്ഥകൾ തകരാമെങ്കിലും വികേന്ദ്രീകൃതമായിട്ടുള്ള ക്രിപ്റ്റോ ശൃംഖലകൾ ഇറാന്റെ അതിജീവനത്തിന് കരുത്തുറ്റ ഒരു സമ്മർദ്ദ വാൾവായി മാറുകയാണ്. അല്ലെങ്കിൽ ഇറാനെതിരായിട്ടുള്ള US അന്വേഷണങ്ങൾ കർശനമാകുമ്പോഴും ഡിജിറ്റൽ ആസ്തികൾ നിയന്ത്രിക്കുക എന്നത് വലിയ വെല്ലുവിളിയായി തുടരുന്നു. യുദ്ധക്കളത്തിലെ മിസൈലുകളെക്കാൾ വേഗത്തിൽ പണം ഡിജിറ്റൽ വാലറ്റുകളിലൂടെ അതിർത്തി കടക്കുന്നു. ആഗോള സാമ്പത്തിക ക്രമം മാറുമ്പോൾ ഉപരോധിക്കപ്പെട്ട രാജ്യങ്ങൾക്ക് ഈ ക്രിപ്റ്റോ കറൻസികൾ ഒരു സാമ്പത്തിക കവചമായിട്ട് മാറുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ തന്നെ ഈ ഇറാനിൽ സംഭവിക്കുമ്പോൾ അത് അമേരിക്കയെ ഭീതിപ്പെടുത്തുന്നുണ്ട്. കാരണം അമേരിക്കയുടെ ഭാഗത്ത് വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടം നടക്കുമ്പോൾ ഇവിടെ ഇറാൻ പ്രയോഗിച്ചിരിക്കുന്നത് വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു ബുദ്ധിപൂർവമായിട്ടുള്ള സാമ്പത്തിക നേട്ടമാണ്. അതായത് അവർക്ക് ഇനി ഈ യുദ്ധം സംഭവിച്ചാലും വലിയ സാമ്പത്തികം ഒന്നും നഷ്ടപ്പെടത്തില്ല എന്നുള്ള ഒരു പേടി അവർക്ക് ഇനി ഉണ്ടാകില്ല. കാരണം അത്രയും ബുദ്ധിപൂർവമായിട്ടുള്ള അല്ലെങ്കിൽ സാങ്കേതിക വിദ്യകളിലൂടെ അവർ അവരുടെ വരുമാനം അല്ലെങ്കിൽ ഈ പണം പെരുപ്പ് കൂട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയിട്ടുണ്ട്.